ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഫിലിം സിറ്റിയിലേക്കാണ്, ദ മാജിക്കൽ വേൾഡ് ഓഫ് ഫിലിം സിറ്റി. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫിലിം സിറ്റി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത് നമുക്കിന്ന് നോക്കാം. അവിടെ ചെന്നിട്ടുള്ള സെറ്റുകളൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്രൈസ് റേഞ്ച്, ടിക്കറ്റിൻ്റെ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് 9 മണിയാകുമ്പോൾ കറക്റ്റ് അവിടെ എത്തണം. എന്നാൽ മാത്രം ഒരു ദിവസത്തിലും കൂടുതൽ കാണാനുള്ളത് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 9 മണിയാകുമ്പോൾ അവിടെ എത്തിയാലേ പറ്റുള്ളൂ. ഓക്കെ, സോ കം, ലെറ്റ്സ് ഗോ. അപ്പോൾ ഞങ്ങൾ രാമോജി ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഹൈദരാബാദ് സെൻട്രിൽ നിന്ന് ഒരു 1 hour ട്രാവലിംഗ് ടൈം ഉണ്ട് ഇങ്ങോട്ടേക്ക്. ഹൈദരാബാദ് എത്തിയിട്ട് ഒരു ഊബർ വിളിച്ചിട്ട് പോകുമായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് അവൈലബിൾ ആണ്. TSRTC ബസ്സസ് ഉണ്ട്. 50 to 100 റേഞ്ചിലെ കോസ്റ്റ് ആവത്തുള്ളൂ. പക്ഷേ കൺവീനിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ ക്യാബ് വുഡ് ബി എ ബെറ്റർ ഓപ്ഷൻ. അഡൽട്ടിന് പെർ ഹെഡ് ടിക്കറ്റ് ചാർജ് വരുന്നത് 1800 ആണ്, ഇൻക്ലൂഡിങ് GST ആൻഡ് ടാക്സ്. പിന്നെ വരാൻ പ്ലാൻ ചെയ്യുന്നവർ എന്തായാലും 9 മണിക്ക് തന്നെ എത്താൻ ശ്രമിക്കണം. കാരണം ഒരു ദിവസത്തിലും കൂടുതൽ കാണാനുള്ളത് ഇവിടെ ഉണ്ട്. അതുപോലെ കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 1400 ആണ് പെർ ഹെഡ്. അത് ഹൈറ്റ് വൈസ് ആണ് വരുന്നത് കേട്ടോ. 33 to 54 ആണ് ഹൈറ്റ് പറയുന്നത്. അതിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റിൻ്റെ ലിങ്കും പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ബസ്സിലാണ്. ഒരു ഗൈഡിനെയും നമുക്ക് തരും. അവർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തരും. ഇതാണ് നമ്മുടെ ഫിലിം സിറ്റിയുടെ ഫൗണ്ടർ രാമോജി റാവു. കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഫസ്റ്റ് കയറിയത് മൂവി മേക്കിംഗ് ഷോ ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്, ഒരു മൂവിയിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും ക്ലിയർ കട്ടായിട്ട്. അതുപോലെ തന്നെ ഈ 3 പേര് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇവർ സെലക്ട് ചെയ്തെടുത്തത്. എന്നിട്ടാണ് നമുക്ക് ഇവർ കാണിച്ചു തരിക. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഷോ ആയിരുന്നു. ആളെ ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പുറകോട്ട് തിരിഞ്ഞു നോക്ക്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് ആ പെൺകുട്ടികൾ ചെയ്യുന്നത്. ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഫൺഫിൽഡ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നേ. ലൈവായിട്ട് തന്നെയാണ് ആ 3 പേര് നമ്മുടെ ഫ്രണ്ടിൽ ഇരുന്ന് ആക്ട് ചെയ്യുന്നതും ആ എഡിറ്റ് ചെയ്ത സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതും. പണ്ട് കാലത്തൊക്കെ ഫിലിമിൽ സൗണ്ട് എഫക്ട്സ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു രീതിയിലാണെന്ന്. ഒരു മൂവി കാണുമ്പോൾ ഇത്രയും സ്ട്രഗിൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരുന്നില്ല. നമ്മളെ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മൂവി ത്രൂ ഔട്ട് ഇതുപോലെ സൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ലായിരുന്നു പണ്ട് കാലത്തൊക്കെ. Perfect man, perfect. Keep praising. What a timing here, excellent. Alamara is the first Indian movie with sound, which was released in the year 1931. നെക്സ്റ്റ് നമ്മൾ കയറിയ റൈഡാണ് ഫിൽമി ദുനിയ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ഒരു ഗ്ലിംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? ഇതുപോലെ തന്നെ കുറേ 3D ഷോസും ഉണ്ട് കേട്ടോ. ദാറ്റ് വാസ് ഓൾസോ ക്വൈറ്റ് ഗുഡ്. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി അടുത്ത സെറ്റിലേക്ക് പോവാണ്. അടുത്തത് ഡാൻസ് ഷോ ആയിരുന്നു കേട്ടോ. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഡാൻസേഴ്സ് ആയിരുന്നു. അവിടെ ഇരുന്ന് അവരുടെ ഡാൻസ് ഒക്കെ നന്നായിട്ട് ആസ്വദിച്ച് കണ്ടു.
എയർപോർട്ടിൻ്റെ സെറ്റും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ സെറ്റ് കണ്ടപ്പോൾ ചെന്നൈ എക്സ്പ്രസ് മൂവിയാണ് ഓർമ്മ വന്നത്. പിന്നെ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരുന്നതും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും കയറിയ ഒരു സെറ്റാണ് ബാഹുബലിയുടേത്. ഭയങ്കര ഒരു ഫീലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ. പിന്നെ ആ പാട്ടും കൂടെ ഇട്ടപ്പോൾ എൻ്റെ ദൈവമേ, രോമാഞ്ചമുള്ള എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു അവസ്ഥയായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബാഹുബലിയുടെ സെറ്റിൽ കയറിയപ്പോൾ. ഇവിടെ ഷൂട്ട് ചെയ്തതിൽ വെച്ചിട്ട് മോസ്റ്റ് ഐക്കോണിക് മൂവി ബാഹുബലി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. മഹിഷ്മതി സാമ്രാജ്യം, പാലസിൻ്റെ ആ കോറിഡോഴ്സ്, അതുപോലെ തന്നെ വാറ് നടന്ന സ്ഥലം, അതൊക്കെ ഇവിടെ തന്നെ ബിൽഡ് ചെയ്തതാണ് കേട്ടോ. എന്ന് വെച്ചാൽ പ്ലാസ്റ്റർ ഓഫ് പാരീസും കാർഡ്ബോർഡും വെച്ചിട്ടാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ സെറ്റും അങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ മഹിഷ്മതി രാജ്യ സിംഹാസനമാണ് ആ കാണുന്നത്. അവിടെ ഇരുന്ന് ഒരാളായിട്ട് മാറി മാറി ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾക്കാരൊക്കെ കൂട്ടം കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു അവിടെ. ബാഹുബലി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് RRR, പുഷ്പ, ചെന്നൈ എക്സ്പ്രസ്, ദിൽവാലെ, പിന്നെ എന്തിരൻ, പൊന്നിയിൻ സെൽവൻ പാർട്ട് 1ഉം 2ഉം ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ചൈന ടൗണ്, അങ്ങനെ ആയിരക്കണക്കിന് സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റപ്പ് കൊള്ളായിരുന്നു കേട്ടോ. നമ്മൾ ലൈവായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ട്, നമ്മൾ ഗ്രീൻ സ്ക്രീൻ ബാക്ക്ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, അത് എഡിറ്റ് ചെയ്ത് കണ്ടോ വേറെ ബാക്ക്ഗ്രൗണ്ട് ലൈവായിട്ട് തന്നെ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതാണ് യൂറോപ്യൻ സ്ട്രീറ്റ് അല്ലെങ്കിൽ ലണ്ടൻ സ്ട്രീറ്റ്. ഈ ഒരു ദിവസം ഫുള്ള് നമ്മൾ നടന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു പോയിന്റിലും ബോറടിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കേട്ടോ സത്യം. പിന്നെ റാമോജി ഫിലിം സിറ്റി ഈസ് ട്രൂലി എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഹൈദരാബാദ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഫാമിലി ആയിട്ടും കിഡ്സും ഈവൻ കപ്പിൾസും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.